നമസ്കാരം. ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ് എന്താണെന്ന് നമ്മൾ കുറെയൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും. ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് കൃത്യമായ ഒരു പ്രിൻസിപ്പിൾ ഉണ്ട്. ആ പ്രിൻസിപ്പിൾ അനുസരിച്ച് നമ്മൾ ആ ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു സക്സസിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു 3 ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ട പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് വേണ്ട 3 പ്രിൻസിപ്പിൾസിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തത് സ്റ്റാർട്ട് എയർലി. പല ആളുകളും ചെയ്യാതെ പോകുന്ന ഒന്നതാണ്. വളരെ വൈകിയാണ് പലരും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു രീതിയിലുള്ള ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അവർക്ക് എത്താനും സാധിക്കാതെ പോകുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ന് നമ്മൾ ഏർണിങ്സ് തുടങ്ങുന്നോ അന്ന് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിനുള്ളൊരു ഫോർമുല. അതായത് വളരെ ചെറുപ്പത്തിലെ തന്നെ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് റെഡിയാക്കി സ്റ്റാർട്ട് ചെയ്താൽ നമ്മളുടെ മുന്നിൽ ഒരുപാട് നാൾ നമുക്ക് അതിനുവേണ്ടി വർക്ക് ചെയ്യാൻ കിട്ടുന്നു എന്നുള്ളതാണ്. എപ്പോഴും നമുക്കറിയാം ലോങ് ടൈമിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ വെൽത്ത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്, അല്ലെ? ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ വർഷം കൊണ്ടോ നമുക്ക് വലിയൊരു ഫോക്കസിലേക്ക് ഒന്നും എത്താനായിട്ട് സാധിക്കില്ല. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു 15, 20, 25 കൊല്ലമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് അതിലേക്ക് വേണ്ട ഒരു പ്ലാനൊക്കെ റെഡിയാക്കി നമ്മൾ അതിനെ ആക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫോക്കസ് ഉണ്ടാക്കിയെടുക്കാനും നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നല്ല രീതിയിൽ എത്താനും നമുക്ക് സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ നേരത്തെ തന്നെ, എത്രയും നേരത്തെ കഴിയുന്നു അത്രയും നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യും. റിട്ടയർമെന്റ് പ്ലാനിങ്ങിന് വേണ്ടി പല ആളുകളും റിട്ടയർഡ് ആവാൻ നോക്കിയിരിക്കുന്നതുണ്ട്. പക്ഷെ അവർക്ക് ഒരിക്കലും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താനോ അല്ലെങ്കിൽ ഒരു അത്യാവശ്യം ഒരു എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പോലും ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. കാരണം അവര് ഒത്തിരി ലേറ്റായി പോകും. പിന്നെ അതിനു വേണ്ടി ഹാർഡായിട്ട് നമ്മൾ ഏൺ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ഹാർഡായിട്ട് സേവ് ചെയ്യാനായിട്ട് നോക്കേണ്ടി വരും. പല ആളുകൾക്കും അതുപോലും സാധിക്കില്ല. അവരുടെ ഇൻകം വളരെ ലിമിറ്റഡ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ആദ്യമേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ എന്ന് ഒരു ജോലിയിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ എന്ന് നമ്മൾ ഒരു ഏണിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങുന്നു അന്ന് മുതൽ നമ്മുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് പോലും നമ്മൾ പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ നമ്മൾ ഇയർലി പ്ലാൻ ചെയ്ത് പോകുമ്പോൾ ഒരു പ്രിൻസിപ്പൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് 30-60 റൂൾ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ആ ഒരു ഗോളിന് വേണ്ടിയിട്ട് നമുക്ക് വർക്ക് ചെയ്യാനും സേവിങ്സ് ഉണ്ടാക്കിയെടുക്കാനും ഇൻവെസ്റ്റ്മെന്റ് നടത്താനും ഒക്കെ സാധിക്കും. ഈ 30-60 റൂൾസ് എന്താണെന്ന് ഞാൻ മുമ്പുള്ള വീഡിയോസ് പറഞ്ഞിട്ടുണ്ട്. നല്ല ചെറിയൊരു രീതിയിൽ ഇവിടെയും ഒന്ന് സൂചിപ്പിക്കാം. നമ്മൾക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് 30% തീർച്ചയായിട്ടും നമ്മൾ ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി, അതും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി മാറ്റി വെക്കേണ്ടത് ആവശ്യമാണ്. ബാക്കി 60% നമ്മളുടെ ദൈനംദിന ജീവിതത്തിനും മറ്റു ചെലവുകൾക്കുമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. 10% നമ്മൾ എപ്പോഴും നമ്മളുടെ ഡെപ്റ്റ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു റൂള് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫണ്ട് കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. രണ്ടാമത്തെ പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് സെൽഫ് ഇൻഷുറൻസ് മോഡലാണ്. പല ആളുകളും പല രീതിയിൽ മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടോ ആരെങ്കിലും ഒക്കെ പറയുന്നത് കേട്ടിട്ടോ ആണ് അവരവരുടെ ലൈഫിലേക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പകുതി എത്തുമ്പോൾ സ്റ്റക്കായി പോകാം, അല്ലെങ്കിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ അവരൊരിടത്തും എത്താതെയും പോകുന്നു. പക്ഷെ നമ്മൾക്ക് ഇല്ലാത്ത അറിവ് നമ്മൾ അറിവ് ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നല്ല രീതിയിൽ ഒരു പ്രൂവ് ചെയ്യപ്പെട്ട ഒരു സിസ്റ്റത്തിലേക്ക് മാറുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ നമ്മളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരു അൺസർട്ടനിറ്റി അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ചെയ്ത് നല്ലൊരു ക്ലാരിറ്റിയോട് കൂടി ഒരു പ്രൂവ് ആയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഒരു ഗോളിലേക്ക് എത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ട അഡ്വൈസോ കാര്യങ്ങളോ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത് എടുത്തേ മതിയാകും. അത് എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നതും എടുക്കാതെ ചെയ്യുന്നതും തമ്മിൽ വളരെ അധികം അന്തരമുണ്ട്. ഒരു കൃത്യമായ ഒരു അഡ്വൈസോട് കൂടി നമ്മൾ ഒരു പ്രൂവൺ സിസ്റ്റത്തോട് കൂടി നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ യാതൊരുവിധ എന്താ പറയുക, നമ്മൾ ഒട്ടും ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരാതെ നമുക്ക് കൂളായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കും. അതേസമയം നമ്മൾ യാതൊരുവിധ അഡ്വൈസും ഒന്നും ഇല്ലാതെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടോ ഒക്കെ നമ്മളൊരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് വെച്ച് അത് ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം. വല്ലാതെ ഫിനാൻഷ്യൽ സ്ട്രഗിളോ മെന്റലി സ്ട്രഗിളോ ഒക്കെ ഉണ്ട്. അപ്പൊ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഒരു പ്രൂവൻ സിസ്റ്റത്തോടു കൂടി നമ്മൾ ഒരു സെൽഫ് ഇൻഷുറൻസ് മോഡലിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക.
മൂന്നാമത്തെ പ്രിൻസിപ്പൾ ഫിനാൻഷ്യൽ ഫ്രീഡം ട്രാക്കർ ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, ഒരു 6 മൈൽ സ്റ്റോണിനെ കുറിച്ച് പറഞ്ഞു. ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് അല്ലെ ഫിനാൻഷ്യൽ ഗ്രോത്തിലേക്ക് വേണ്ട 6 മൈൽ സ്റ്റോൺ നമ്മൾ ഏതൊക്കെയാണ് നോക്കേണ്ടതെന്നുള്ളത്. അപ്പൊ ആ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം ട്രാക്കറിലൂടെ നമ്മൾ കടന്നു പോയാൽ നമുക്ക് കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നമ്മൾ ഇപ്പൊ എവിടെ നിൽക്കുന്നു, എവിടേക്കാണ് നമ്മൾ പോകേണ്ടത്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ക്ലാരിറ്റിയോട് കൂടി നമുക്ക് അതിനകത്തേക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുമ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ നമ്മുടെ ഗോളിലേക്ക് എത്താൻ സാധിക്കും. നല്ലൊരു പർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒരു മനസ്സമാധാനം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമാകുന്നു എങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു ഷെയറിങ് മറ്റുള്ള ഏതെങ്കിലും ഒരു ജീവിതത്തിന് ഒരു ഗുണമുണ്ടാക്കുകയായിരിക്കും. അപ്പോൾ തീർച്ചയായും ഷെയർ ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കോ കൂടുതൽ ഗൈഡൻസിനോ നിങ്ങൾക്കും കൃത്യമായ ഒരു പ്ലാനിങ്ങോട് കൂടി നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫോ അല്ലെങ്കിൽ ജീവിതത്തിലെ മറ്റു ഗോൾസ്, കുട്ടികളുടെ വിദ്യാഭ്യാസം, മാരേജ്, അങ്ങനെ ഏത് രീതിയിലുള്ള ഗോൾസും നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ടേക്ക് കെയർ.